ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു വിവരം വരുന്നുണ്ട്. നമ്മൾ മുൻപ് പറഞ്ഞു ഈ ഭീകരർ കൂടുതൽ കാറുകൾ വാങ്ങിയതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട് എന്നും അതോടൊപ്പം രണ്ടാമത്തെ കാറിന് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലാണ് എന്നും ഈ രണ്ടാമത്തെ കാറും കണ്ടെത്തിയിരിക്കുകയാണ്. ഫരീദാബാദ് പോലീസാണ് ചുവപ്പ് ഫോർഡ് എക്കോസ്പോർട്ട് കാർ കണ്ടെത്തിയത്. ഉമർ മുഹമ്മദിന്റെ പേരിലാണ് ഈ കാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പി ബസന്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബസന്ത്, പ്രധാനപ്പെട്ട ഒരു വിവരമാണ്, രണ്ടാമത്തെ കാർ കണ്ടെത്തിയിരിക്കുന്നു. എവിടെ നിന്നാണ് കണ്ടെത്തിയത്? എന്താണ് കൂടുതൽ അറിയുന്നത്? പൂജ, ഉമർ മുഹമ്മദിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത ഡൽഹി രജിസ്റ്റർ ചെയ്ത രണ്ടാമത്തെ കാറാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഫോർഡ് എസ്കോർട്ട്, ഒരു ചുവപ്പ് ഫോർഡ് എസ്കോർട്ട് എന്നാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ ഫരീദാബാദിന് സമീപം ഒരു ഫാം ഹൗസിൽ നിന്നാണ് ഈ കാറ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ കാർ, അതായത് സ്ഫോടനത്തിൽ തകർന്ന കാറിന്റെ പുറമെ 2 കാർ കൂടി ഉണ്ടായിരുന്നു എന്നുള്ളൊരു സംശയം ഡൽഹി പോലീസ് പങ്കുവച്ചിരുന്നു. അതിൽ ഒരു കാറാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. മറ്റൊരു കാറിന്റെ സാന്നിധ്യം കൂടി അവർ ഡൽഹി പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതായത് 2 കാറുകൾ ഉണ്ടായിരുന്നു, 3 കാറുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഇപ്പോൾ സ്ഫോടനത്തിൽ തകർന്ന ഹരിയാന രജിസ്ട്രേഷൻ വണ്ടി, അതിന് പുറമെ ഡൽഹി രജിസ്ട്രേഷനുള്ള ഈ ഫോർഡ് എസ്കോർട്ട് തുടങ്ങിയവയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. ഒരു കാർ കൂടി ഉണ്ട് എന്നുള്ളൊരു വിവരവും ഇപ്പോൾ നിലവിലുണ്ട്. ഏതായാലും ഫരീദാബാദ് പോലീസിന്റെ വ്യാപകമായ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ കാറ് സമീപമുള്ള ഒരു ഖണ്ഡവാലി ഗ്രാമത്തിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത്. ശരി, ഒരു കാർ കൂടി ഉണ്ട് എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ അന്വേഷണമൊക്കെ മുന്നിലേക്ക് പോകുന്നത്. മുൻപൊക്കെ നമ്മൾ പറഞ്ഞിരുന്ന രണ്ടാമത്തെ കാറും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. പി ബസന്താണ് വിവരങ്ങൾ നൽകിയത്.